നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാവരിലേക്കും ഈ വാർത്ത നിങ്ങൾ ഷെയർ ചെയ്യുക. സംസ്ഥാനത്ത് 2 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ 49 സ്ഥലങ്ങളിൽ പ്രാദേശിക അവധിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്ത പൂർണ്ണമായിട്ട് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതിൽ സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 2 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ജൂലൈ 30 തൃശൂർ, വയനാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ മഴ ശക്തമായ സാഹചര്യത്തിലാണ് ട്യൂഷൻ സെൻ്ററുകൾ, അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തൃശ്ശൂരിൽ മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അതുപോലെ കോഴ്സുകൾക്കൊന്നും ഈ അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ലെന്നും തൃശ്ശൂർ ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ലെന്നും PSC പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല എന്നും വയനാട് ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ജലനിരപ്പ് ഉയർന്നതോടുകൂടി പീച്ചി ഡാമിൻ്റെ ഷട്ടർ തുറന്നിരിക്കുകയാണ്. ഡാമിൻ്റെ 4 ഷട്ടറുകൾ 7.5 സെൻറ്റിമീറ്റർ വീതമാണ് തുറന്നത്. അധിക ജലം ഒഴുക്കുന്നത് മൂലം മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതി ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുഴകളിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വയനാട്ടിലും കണ്ണൂരിലുമൊക്കെ തന്നെ ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായി. വയനാട്ടിൽ 7 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂർ ജില്ലയിൽ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തന്നെ നാളെ അവിടെ അവധിയാണ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നടക്കും. സമ്മതിദായകർക്ക് വോട്ട് ചെയ്യുന്നതിന് തിരിച്ചറിയൽ രേഖകളുമായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്, അതോടൊപ്പം തന്നെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ചുള്ള SLC ബുക്ക്, അതോടൊപ്പം തന്നെ ദേശസാൽകൃത ബാങ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് തീയതിക്ക് 6 മാസ കാലയളവിൽ മുൻപ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ രേഖ എന്നിവ ഉപയോഗിക്കുവാൻ സാധിക്കും. വോട്ട് ചെയ്യുന്നവരുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിന് പകരമായിട്ട് നടുവിരലിലാണ് ഇത്തവണ മഷി പുരട്ടുക. 2024 ഏപ്രിലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർമാരുടെ ചൂണ്ടുവിരലിൽ പുരട്ടിയിട്ടുള്ള മഷി അടയാളം പൂർണ്ണമായിട്ട് മാഞ്ഞു പോയിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ മാറ്റം ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. എല്ലാവരും ഈ പ്രധാന അറിയിപ്പ് മനസ്സിലാക്കിയിരിക്കുക. വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.